ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന വളരെ രുചികരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. 5 മിനിറ്റ് പോലും വേണ്ടത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമുക്ക് രാവിലെ കുക്ക് ചെയ്യുകയും കൂടി ആവശ്യമില്ലാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചികരമായ ഈ റെസിപ്പി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കണം നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് തയ്യാറാക്കി വെക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് ഓട്സ്, സാധാരണ ഓട്സാണ് ഇടുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഇടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇനി മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന മിൽക്ക് ഇതുപോലെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മിൽക്കാണ് ഉപയോഗിക്കുന്നത്. നോർമൽ സാധാരണ മിൽക്കാണ്. ഇതല്ല നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മിൽക്കാണ് 1/2 കപ്പ് ഓട്സിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തോട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിപ്പം സ്ട്രോബെറി ചേർക്കുന്നുണ്ട്, ബനാന ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ബനാനയും അത് ഇതുപോലെ എന്താ പറയുക, ഞാലിപ്പൂവൻ പഴമാണ് ചേർത്തിരിക്കുന്നത്. നല്ല പഴുത്ത മധുരമുള്ളൊരു പഴമാണ് ചേർത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഏതെങ്കിലും ഷേപ്പ് വേണം കട്ട് ചെയ്യും. ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോടൊരു 4-5 സ്ട്രോബെറിയും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്താണ് ഉപയോഗിക്കുന്നതിനകത്തോട്ട്. ഒരു 3 സ്ട്രോബെറിയും അതോടൊപ്പം തന്നെ ഞാൻ ഒരു 4 ബദാമും കൂടിയാണ് കട്ട് ചെയ്തിടുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ആദ്യമേ പഴവും ഓട്സും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. പഴവും ഇങ്ങനെ പീസായിട്ട് അല്ലാതെ ഒന്ന് മിക്സായി വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഓപ്ഷണൽ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറിയും അതുപോലെ ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ സ്ട്രോബെറി വേണ്ട, അല്ലെങ്കിൽ ഈ സീസൺ അല്ല, നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എനി ഫ്രൂട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിളോ അതുപോലെ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ മാംഗോയുടെ സീസണാണ്, മാംഗോ വേണം നമുക്ക് ചേർക്കാം. പൈനാപ്പിൾ വേണം ചേർക്കാം. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൂട്ട് വേണ്ട, ഇങ്ങനെ തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1-2 കാര്യങ്ങൾ അഡീഷണൽ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒന്ന് ഗ്രീക്ക് യോഗട്ട്. ഇത് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ടാണ് ചേർത്തിരിക്കുന്നത്. മാർക്കറ്റിൽ പല രീതിയിലുള്ള യോഗട്ടിൻ്റെ ഫ്ലേവർ വരാറുണ്ട്, പക്ഷേ ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ഗുണം ഒന്നും കൂടി കൂട്ടും. നമ്മൾ ഈ കഴിക്കുന്ന ഓട്സിൻ്റെ നമ്മൾ എന്ത് റിസൾട്ടിന് വേണ്ടിയാണ് കഴിക്കുന്നത് അത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. കാരണം ഈ ഗ്രീക്ക് യോഗട്ടിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലേവറിനും അതുപോലെ തന്നെ രുചി കിട്ടും, അതുപോലെ തന്നെ നമുക്കിതിന് ഗുണവും കൂടി കിട്ടുന്നതാണ് കറുവാപ്പട്ടയുടെ പൊടി, അത് സിന്നമൺ പൗഡർ, അത് 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്ന ഒരു ഐറ്റമാണ് ഇതിനകത്ത് ഡേറ്റ്സ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ഡേറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് കുരുവുള്ളത് കുരുവില്ലാത്ത മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ കുരുവുള്ളതായിരുന്നു, അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സ് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ഓട്സ് ആകുമ്പോഴത്തേക്ക് അത് കുറച്ച് നേരം കൂടി ഇരുന്ന് വറ്റി ചിലപ്പോൾ കുറച്ചും കൂടി തിക്നെസ് കട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് രാവിലെ കഴിക്കാൻ നേരത്തത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ രാവിലെയായി, നമ്മൾക്ക് ഇതാണ് ഏറ്റവും എളുപ്പം, നമുക്ക് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അതുപോലെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ കണ്ടു, ഇതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ച് തിക്കാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ആവശ്യമുള്ള പാല് എത്രത്തോളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, ചിലർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ കുറച്ചും കൂടി പാല്, ഞാനിതുപോലെ 3-4 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ടോപ്പിങ്സ് ആയിട്ട് കുറച്ചും കൂടി ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പോമഗ്രനേറ്റും ആപ്പിളും കൂടിയാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ 1-2 സ്ട്രോബെറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇതിന് ലെയറിങ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാനൊരു വലിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം കുറച്ചും കൂടി ഫ്രൂട്ട്സ്, അതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ല, ഇതുപോലെ തന്നെ അതിന് നമ്മൾ തലേദിവസം മിക്സ് ചെയ്ത് വെച്ച പോലെ തന്നെ എടുത്ത് കഴിക്കണമെങ്കിലും കഴിക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ചിലരൊക്കെ ഓഫീസിലൊക്കെ പോകുന്നത് ഡയറക്റ്റ്ലി അതൊരു ടിഫിനിലോട്ട്, അത് കൊണ്ടുപോകുന്ന പാത്രത്തിലോട്ട് ഇതുപോലെ പാക്ക് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അതെടുത്ത് തന്നെ ലഞ്ചായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച്
അതിന് ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് മുസലി ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് വേറെ കൂടുതൽ അഡീഷണൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് 1 ടീസ്പൂൺ മുസലിയും കൂടി ചേർത്തിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നമുക്കിഷ്ടമുള്ളത് ചെയ്യാം. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഓട്സിൻ്റെ വെറൈറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓട്സ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.